ടു സാൻവി PSC ടിപ്സ്. ഇന്ന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സിൻ്റെ പാർട്ട് 9 ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് വേണ്ടിയിരുന്നത് വീണയുടെയും സിത്താറിൻ്റെയും സംഗീതമായിരുന്നു. പക്ഷേ നമുക്ക് ലഭിച്ചത് ഒരു ഇംഗ്ലീഷ് ബ്രാൻഡിൻ്റെ സംഗീതമാണ്. ഇന്ത്യൻ ഭരണഘടനയെ ഇങ്ങനെ വിമർശിച്ച വ്യക്തി ആര്? ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്നും പറയുന്ന പോലെ നിങ്ങൾ എഴുതുക. അതിനുശേഷം മാത്രം ഈ ആൻസറും റിലേറ്റഡ് ഫാക്ട്സും നോക്കുക. ആൻസർ ഹനുമന്തയ്യ. നമുക്ക് വേണ്ടിയിരുന്നത് വീണയുടെയും സിത്താറിൻ്റെയും സംഗീതമായിരുന്നു. പക്ഷേ നമുക്ക് ലഭിച്ചത് ഒരു ഇംഗ്ലീഷ് ബ്രാൻഡിൻ്റെ സംഗീതമാണ്. കെ ഹനുമന്തയ്യയുടെ വാക്കുകളാണിത്. എത്തരത്തിലുള്ള ഒരു ഭരണഘടനയാണോ ഗാന്ധിജി ഒരിക്കലും ആവശ്യപ്പെടാത്തതും സങ്കല്പിക്കാത്തതും അത്തരത്തിലുള്ള ഒന്നിൻ്റെ തനി പകർപ്പാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് അഭിപ്രായപ്പെട്ടതും ഇദ്ദേഹമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീൻവെള്ളം ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന നദി ഏത്? ആൻസർ തൂതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയായ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ തൂതപ്പുഴയുടെ പോഷക നദിയാണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? ആൻസർ കുന്തിപ്പുഴ. പാലക്കാട് ജില്ലയിലെ കരിമ്പുഴയിൽ വെച്ച് കുന്തിപ്പുഴയും കരിമ്പുഴയും കൂടി ചേർന്ന് തൂതപ്പുഴ ഉണ്ടാകുന്നു. പാലക്കാട് ജില്ലയിലെ കരിമ്പുഴയിൽ വെച്ച് കുന്തിപ്പുഴയും കരിമ്പുഴയും ചേർന്ന് തൂതപ്പുഴ ഉണ്ടാകുന്നു. തൂതപ്പുഴ കൂടല്ലൂരിലെ കൂട്ടക്കടവിൽ വെച്ച് ഭാരതപ്പുഴയിൽ ലയിച്ചു ചേരുന്നു. ഭാരതപ്പുഴയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് തൂതപ്പുഴ. സുന്ദർഗഡ് ഖനി ഏത് വ്യവസായത്തിനാണ് പ്രസിദ്ധി ആർജിച്ചത്? ആൻസർ ഇരുമ്പ്. സുന്ദർഗഡ് ഖനി ഒഡീഷ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലുള്ളത്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യക്ക് 4ാം സ്ഥാനമാണുള്ളത്. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലാണ്. ഇത് ഏതിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ആൻസർ സാദിയ തൂബ്രി. ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒന്ന് നോക്കാം. നാഷണൽ വാട്ടർവേസ് 1 ഗംഗ ഭഗീരഥി ഹൂഗ്ലി നദീ സംവിധാനം ഹാൽഡിയ അലഹബാദ്. അത് ഓർത്ത് വെച്ച് പഠിക്കുക. നാഷണൽ വാട്ടർവേസ് 2 ബ്രഹ്മപുത്ര നദി സാദിയ തൂബ്രി തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാഷണൽ വാട്ടർവേ 3 കൊല്ലം കോട്ടപ്പുറം ചമ്പക്കര ഉദ്യോഗ മണ്ഡലം കനാലുകൾ. നാഷണൽ വാട്ടർവേ 4 കൃഷ്ണ നദിയുടെ മുക്തിയാലയ മുതൽ വിജയവാഡ വരെയുള്ള ഭാഗത്തിൻ്റെ 1ാം ഘട്ട വികസനം. ഇതാണ് ഇമ്പോർട്ടൻ്റ്. പിന്നെ സംസ്ഥാനങ്ങളും കൂടെ ഓർമ്മിച്ച് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പത്കായ് കുന്നുകൾ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവാചൽ. ലുഷായ് കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. കാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയാണ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ എല്ലാം ശരിയാണ്. ഇന്ത്യൻ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പൂർവാചൽ. മ്യാൻമാറുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗമാണ് പൂർവാചൽ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത് കാസി കുന്നുകളിലാണ്. കിഴക്കൻ മലനിരകൾ നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത്? ആൻസർ BR അംബേദ്കർ. ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ച വ്യക്തിയാണ് BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി വിശേഷിപ്പിക്കുന്നത് ആമുഖത്തിനെയാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നമെന്നും ആമുഖം അറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യമെന്ന് ആമുഖത്തിൽ അനുശാസിക്കുന്നു. ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ആൻസർ എല്ലാം ശരിയാണ്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആമുഖത്തെയാണ്. ഇങ്ങനെ വിശേഷണങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വയ്ക്കണം. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും രാജ്യത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തു. ഒരേ ഒരു തവണയാണ് ആ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കെ കേളപ്പനോടൊപ്പം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തി. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി. ആൻസർ മൊയ്യാരത്ത് ശങ്കരൻ. കെ കേളപ്പനോടൊപ്പം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 32. കേളപ്പൻ അറസ്റ്റ് വരിച്ചതിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം
നൽകിയ വ്യക്തി മൊയ്യാരത്ത് ശങ്കരൻ. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളീയൻ എന്നറിയപ്പെടുന്ന വ്യക്തി കെ കുഞ്ഞമ്പു നമ്പ്യാർ. ഇനി ലാസ്റ്റ് ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.